ഇറങ്ങിപ്പോ എന്നാലും നേരിട്ട് പറഞ്ഞില്ല എങ്കിലും ഇത് വെച്ചൊന്ന് കാണിക്ക്, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കത്തില്ലെന്ന് എനിക്ക്. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വർഷത്തോളം വീഡിയോ ചെയ്യാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാനൊരു വീട് വെച്ച്, അതുകൊണ്ടാണ്. വീട് വെക്കുന്നതിൻ്റെ നെട്ടോട്ടത്തിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം ഗൈസ്. ഒറ്റയ്ക്കുള്ള നെട്ടോട്ടമായിരുന്നു. വീട് വെക്കാനുള്ള തീരുമാനം എടുത്തത് ചാനൽ തുടങ്ങി കുറച്ച് ഒരു 5-8 വീഡിയോസ് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ എനിക്ക് എല്ലാത്തിനും കൂടെ പറ്റിയില്ല, ഞാൻ ഒരാളല്ലേ ഉള്ളൂ, എല്ലാത്തിനും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് വീഡിയോസ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ വീട് വെക്കുന്നതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. മെയിനായിട്ടും കുഞ്ചുവിൻ്റെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റിയില്ലായിരുന്നു. അവളെ കെയർ ചെയ്യാനും അവളുമായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാനും എനിക്ക് പറ്റാത്തത് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. പിന്നെ ഞാൻ സ്ഥിരമായൊരു സ്ഥലത്തല്ല നിന്നിരുന്നെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ സ്ഥിരമായൊരു സ്ഥലത്തല്ല ഞാൻ നിന്നിരുന്നത്. അപ്പോൾ ഞാൻ കംഫർട്ടല്ലാത്ത സ്ഥലങ്ങളിൽ മാറി മാറി എനിക്ക് നിൽക്കേണ്ടി വന്നത് കൊണ്ടും, പിന്നെ എനിക്ക് ഒരു സ്റ്റേബിളായി എനിക്ക് എന്തെങ്കിലും ഒന്ന് തുടങ്ങണം. ഇപ്പം തന്നെ ഒരു ചാനൽ തുടങ്ങി, അതിന് നമുക്ക് ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നില്ല. നമ്മുടെ ഒരു സ്വന്തം വീടാകുമ്പോഴും നമുക്ക് സമാധാനപരമായി നമ്മളെ ആരും ഇറങ്ങിപ്പോ എന്നാലും നേരിട്ട് പറഞ്ഞില്ല എങ്കിലും ഇൻഡയറക്റ്റായി പറഞ്ഞ വാക്കുകളും കുത്തുവാക്കുകളും കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ ഒരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തിച്ചേരുമായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഞാൻ വീട് വെക്കാൻ വേണ്ടി തീരുമാനം വന്നത്. അപ്പോൾ വീട് വെക്കുക എന്നുള്ളത് ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ ലോൺ പെട്ടെന്ന് അങ്ങനെ കിട്ടത്തൊന്നുമില്ല കേട്ടോ. അതിൻ്റെ പുറകെയും കുറച്ച് 1 മാസത്തോളം നമ്മൾ ഓടണം. അപ്പോൾ കറക്റ്റായിട്ടുള്ള പേപ്പേഴ്സൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്താലേ ലോണും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ലോൺ എടുത്ത് വീട് വെച്ചവർക്കൊക്കെ അത് അറിയാൻ പറ്റും. അപ്പോൾ മൂലധനത്തിന് വേണ്ടി എനിക്ക് ഈ പറഞ്ഞ പോലെ ശരിയാണ്, ലോൺ കിട്ടിയത് കൊണ്ട് അധികം ഓടേണ്ടി വന്നില്ല. ലോൺ എടുത്ത എമൗണ്ട് തന്നെ അല്ല നമുക്ക് വീടിന് വേണ്ടി ചിലവാകുന്നതും, അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന എമൗണ്ടിൽ നിൽക്കത്തുമില്ല. അപ്പം അങ്ങനെയും കുറച്ച് സ്ട്രഗിൾസൊക്കെ വന്നു. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് 1-2 പേരൊക്കെ ഉണ്ടായിരുന്നു. അവരെ ഞാൻ എന്നും സ്മരിക്കും. അല്ലാതെ നമ്മൾ വെച്ചൊന്ന് കാണിക്ക്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇതൊക്കെ നിനക്കൊണ്ട് നടക്കുമോ, നീ ആരാ, നീ ഇതിൻ്റെ പുറകേക്ക് എന്തിനാ പോകുന്നത്, നിനക്ക് അടങ്ങി നിൽക്കാൻ പാടില്ല എന്നൊക്കെ ചോദിക്കും. നമ്മൾ ഓരോ സിറ്റുവേഷനിലും എത്തിക്കുന്നത് നമ്മുടെ ഓരോ അവസ്ഥകളാണ് അല്ലേ. ആരും ബ്ലെയിം ചെയ്ത് സംസാരിക്കുന്നതല്ല, നമ്മളെ കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിച്ചിട്ടുള്ളവരോട് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത്. കാരണം ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കാരണമാണ്. എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുകയും വാശി എടുപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഞാൻ പിന്നെയും ഉയർന്നിരിക്കുന്നത്. താഴ്ന്നു പോകത്തില്ല. ജോലി വാങ്ങിച്ചതും വീട് വെച്ചതും ഒക്കെ എൻ്റെ ലൈഫിൽ അച്ചീവ്മെൻറ്റ്സ് ആണല്ലോ. അപ്പോൾ അതിനൊക്കെ കാരണം നമ്മുടെ ഒറ്റപ്പെടലും കുറ്റപ്പെടുത്തലുകൾ ചെയ്തിങ്ങനെ കേട്ടതും കൊണ്ട് തന്നെയാണ്. പിന്നെ കുഞ്ചുൻ്റെ കാര്യം മെയിനാണ്, അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചില സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തതും പിന്നെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയതും. പിന്നെ പെട്ടെന്ന് വീട് വെക്കാൻ എനിക്ക് സമയമായി കാണും. അങ്ങനെ വീട് വെക്കുന്നതിൻ്റെ തീരുമാനം എടുക്കേണ്ടി വന്നു. അതിൻ്റെ ഇടയിലാണ് എനിക്ക് വീഡിയോസ് എടുക്കുന്നത് നിർത്തേണ്ടി വന്നത്. അപ്പോൾ ഇപ്പം എനിക്ക് സ്വന്തം വീടുള്ളത് കൊണ്ട് എനിക്ക് സമാധാനപരമായി ഇഷ്ടമുള്ളതുപോലെ വീഡിയോസ് ചെയ്യാം. പിന്നെ വർക്കിംഗ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വീഡിയോസ് ചെയ്യാൻ ചിലപ്പോൾ ലാഗ് ഉണ്ടാവും. എല്ലാ ദിവസവും വീഡിയോസ് ഇടാൻ പറ്റിയില്ലെന്ന് വരില്ല. വീഡിയോസിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ എനിക്കറിയത്തേയില്ല. ഞാനിപ്പോൾ വ്ളോഗ് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനോട് ചോദിച്ചിട്ടാണ് ഞാനിപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എൻ്റെ വീഡിയോസ് ഇപ്പം ഞാൻ ഇടുന്നത്. ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. നേരത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് എല്ലാം സെറ്റ് ചെയ്ത് തരുമായിരുന്നു. എനിക്കങ്ങ് പോസ്റ്റ് ചെയ്താൽ മാത്രം, അപ്ലോഡ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ വേറുള്ള യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയും എൻ്റെ വീഡിയോയും കൂടി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പട്ടി വെള്ളം കുടിക്കത്തില്ലെന്ന് എനിക്കറിയാം. എന്തായാലും ഞാൻ സെറ്റായി വരും. കാരണം തുടക്കമല്ലേ, നമ്മളെപ്പോലുള്ളവരാരെങ്കിലുമൊക്കെ കാണുമല്ലോ. അങ്ങനെയുള്ളവർ എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി. പിന്നെ ഒരു കാര്യം ഉണ്ടായാൽ കളിയാക്കാനും പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ കാണുമല്ലോ. രണ്ടുണ്ട് സൈഡെന്ന് പറയുന്ന പോലെ. എന്തൊക്കെയാണെങ്കിലും ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാളാണ് ഞാൻ എന്ന് പറയുന്നതിൽ എനിക്കൊരു മടിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കുത്തുവാക്കുകളും പിന്നെ നല്ല കാര്യങ്ങളും എല്ലാം ഇങ്ങോട്ട് ഏൽക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ പറയുന്നുള്ളൂ. എന്നെ ഇഷ്ടമുള്ളവർ എന്നെ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റൊക്കെ തരണം കേട്ടോ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹൗസ് വാമിംഗ് ലുക്ക്. 3 നല്ല പച്ച ചാണിരുന്നത്. ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.